ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബി അല്ലദീന ഹും അഹ്ലുസ് സിദ്ഖി വൽ വഫാ, അമ്മാ ബഅദ്. വഊസിക്കും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുമ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും, നമ്മുടെയൊക്കെ കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാണ്. നല്ല കാഠിന്യമുള്ള വേനലിലൂടെയാണ് ഈ നോമ്പുകാരായി നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. കർമ്മതലത്തിൽ ഒരുപക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് തോന്നാമെങ്കിലും മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനനുസൃതമായ പ്രതിഫലവും നമുക്ക് വരാനിരിക്കുകയാണ്. കൂടുതൽ പ്രയാസപ്പെട്ടൊരു അമല് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അങ്ങനെയാകും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് വെയിലിൻ്റെ കടുപ്പം, ചൂടിൻ്റെ കാഠിന്യം, ഇതൊന്നും എപ്പോഴും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതിൽ പൊറുതികേട് കാണിച്ചുകൊണ്ട് അതിലൊരു നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നെൻ്റെ സഹോദരങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മാരകമായ മയക്കുമരുന്ന്, ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളും അത് നിമിത്തമായി നമുക്കുണ്ടാകാവുന്ന പ്രയാസങ്ങളുമൊക്കെയാണ്. വല്ലാത്തൊരു അപകടം പിടിച്ച ഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ പറയുമായിരുന്നു, ഏതെങ്കിലും വൻകിട നഗരങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ മുംബൈ ഉൾപ്പെടെയുള്ള വ്യാവസായിക പട്ടണങ്ങളെക്കുറിച്ചുമൊക്കെ, അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലുള്ള ചില സിറ്റികളെക്കുറിച്ച്, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന, നമ്മൾ അതിശയോക്തിയോടെ അവതരിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ലഹരിയുടെ കാര്യത്തിലാണെങ്കിലും ലൈംഗിക അരാജകത്വത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ അങ്ങനെയുള്ള നാടുകളിലെ ദുരവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ ഭയപ്പാടോടു കൂടെ നമ്മുടെ സമൂഹത്തെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട്, വെള്ളവും വെളിച്ചവും അടുത്ത കാലങ്ങളിൽ മാത്രം എത്തിച്ചേർന്ന ഗ്രാമപ്രദേശങ്ങളിൽ പോലും, കുഗ്രാമങ്ങളിൽ പോലും ഞാൻ ഈ പറയുന്ന സാമൂഹ്യ ദുരന്തങ്ങൾ നാൾക്കുനാൾ അതിൻ്റെ സകല ശക്തിയോടുകൂടെയും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തഫലങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അത്യന്തം അപകടപ്പെടും വിധം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ 5 പേരെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന ഏകദേശം 23 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്
ഇന്നും ഞെട്ടലോടെ നമുക്ക് മറക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ആ ഒരു വാർത്ത അധികമായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയൊരു സാഹചര്യം? പരിശുദ്ധ ഇസ്ലാം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ബഹുമാന്യരായ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ആണ് ആ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഹരിയെ ഇസ്ലാം നോക്കിക്കാണുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ആ ഖുർആനിൻ്റെ വ്യക്തമായ വിശദീകരണം നൽകാൻ അള്ളാഹു നിയോഗിച്ച അതിൻ്റെ വിശകലനം നമ്മുടെ മുന്നിൽ കൃത്യമായി വരച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തിയ വിശുദ്ധമായ പ്രവാചക വചനങ്ങളുമൊക്കെ ഈ ലഹരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മദ്യപാനത്തെക്കുറിച്ച് വളരെ ഗൗരവമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഈ റമദാനിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന് അറുതി വരുത്താനും ഇതിന് പരിഹാരം കണ്ടെത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര വീടുകളാണ് മരണ വീടുകളായി മാറുന്നത്? എത്ര സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വീടുകളാണ് തോരാത്ത കണ്ണുനീരുകളും ഒരിക്കലും അവസാനിക്കാത്ത വിധം മനുഷ്യൻ്റെ നെടുവീർപ്പുകൾ മാത്രം നൽകുന്ന വിധം അങ്ങനെ മരണ വീടുകൾക്ക് സമാനമായിട്ടോ ആയിക്കൊണ്ടിരിക്കുന്നത്? എത്ര വീടുകളാണ്? സന്തോഷം മാത്രം അലയടിച്ചിരുന്ന വീടുകൾക്കിന്ന് മൂകതയാണ്. ഒരു നിശബ്ദമായൊരു മൂകത തളം കെട്ടി നിൽക്കുകയാണ്. കുട്ടികളുടെ ആരവങ്ങളും മുതിർന്നവരുടെ തമാശകളും പങ്കാളികളുടെ സല്ലാപങ്ങളും മാതാപിതാക്കളും മക്കളുമുള്ള ഉല്ലാസങ്ങളും പരസ്പരമുള്ള പരിലാളനങ്ങളും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ വീടിൻ്റെ അകത്തളങ്ങൾ ഇന്ന് ആർക്കും എത്തി നോക്കാൻ പോലും ഭയപ്പെടും വിധമുള്ള പ്രേതങ്ങളുടെ വാസസ്ഥലം പോലെ, അതല്ലെങ്കിൽ ഭ്രാന്താലയം പോലെ അത്യന്തം അപകടം പിടിച്ചൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ആ പുഞ്ചിരിച്ചിരുന്ന പുഞ്ചിരിക്ക് പകരം ഇന്ന് ഒരിക്കലും തെളിയാത്ത മുഖവും വറ്റാത്ത കണ്ണുനീരുമായി അങ്ങകലെ വിദൂരതയിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾ എത്തിച്ചേർന്നു? ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മദ്യം ഭയാനകമാണ്. എല്ലാ തിന്മകളുടെയും താക്കോലാണത്. എല്ലാ വേണ്ടാവൃത്തികൾക്കും അതൊരു കാരണമാകും. അത് കാരണത്താൽ നിങ്ങളത് വർജിക്കണമെന്ന് വളരെ വ്യക്തമായി. ഇപ്പോൾ മദ്യത്തിനെ തന്നെ 2-3 ഘട്ടങ്ങളായിട്ടാണ് ഇസ്ലാം അതിനെ നിരോധിച്ചത്, അതിനെ വിലക്കിയത്. ചെറിയ കാര്യമാണോ? 6-ാം നൂറ്റാണ്ടിലെ ചരിത്രത്താളുകൾ നമ്മളൊന്ന് അന്വേഷിക്കാനും തുറക്കാനും വായിക്കാനും മുന്നോട്ട് വന്നാൽ, 6-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോൾ 10-15 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഇന്നലെകളുടെ പുസ്തകങ്ങൾ ആവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെയധികം ദാരുണമായ വേദനാജനകമായ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മദ്യം യഥേഷ്ടമായിരുന്നു. ആ മദ്യത്തിൽ നിന്ന് ആ സമൂഹത്തെ മുക്തമാക്കിയത് 2-3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം എന്ന് പറഞ്ഞു, ഖുർആനിൻ്റെ ഭാഷ അതേ രീതിയിൽ ഞാൻ പറയില്ലെങ്കിലും ആശയം പറയാണ്. ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെറിയ ഉപകാരം ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് വലുത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളി എന്ന തരത്തിലുള്ള ആശയം വരികയാണ്. കുറേ ആളുകളൊക്കെ ഏറ്റവും ഖുർആൻ അങ്ങനെ പറഞ്ഞ് അത്ര നല്ലതല്ല എന്ന ധ്വനിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ ആളുകളൊക്കെ മാറി. പക്ഷെ എങ്കിലും കുറേ ആളുകൾക്ക് അതിൽ അഡിക്റ്റായ ആളുകൾ ആ മദ്യവുമായി എങ്ങനെ മുന്നോട്ട് പോയി.
ഒരവസരം കിട്ടിയപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മസ്തന്മാരാകല്ലേ. നിസ്കരിക്കാൻ വരുമ്പോൾ ലഹരിയോട് കൂടല്ല നിങ്ങൾ വരേണ്ടത്. അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോൾ, അള്ളാഹുവിന് സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ, അള്ളാഹുവിന് സാന്നിധ്യം കൊതിക്കുമ്പോൾ, അങ്ങനെയുള്ള ആരാധനാകർമ്മങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടെ ലഹരിയുമായി ബന്ധമില്ലാതെ നിങ്ങൾ കടന്നു വരിക. ഖുർആൻ ഒന്നുകൂടെ അവരെ അതിൽ നിന്ന് വിലക്കാണ്. പിന്നെ കൃത്യമായി പറഞ്ഞു ഫജിത്തനിബൂ ഇന്നമൽ ഹംർ, അങ്ങനെ വിശുദ്ധമായ ആയത്തിലൂടെ പറഞ്ഞു, ഇതൊക്കെ ഫജിത്തനിബൂ, നിങ്ങൾ പാടേ വെടിയണേ, നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ പാടെ ഇത് വർജിക്കുക എന്ന ശക്തമായ താക്കീതോടെ ഖുർആനിൻ്റെ ആഹ്വാനം. ചരിത്രം എഴുതിയ ആളുകളൊക്കെ പറയാണ്, ആ ഒരൊറ്റ ആഹ്വാനത്തോടു കൂടെ മദീനായുടെ തെരുവാരങ്ങളിലൂടെ യഥേഷ്ട മദ്യം ഒഴുക്കിക്കളയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന്. അങ്ങനെയൊക്കെ സംസ്കരിച്ച് കൊടുക്കുന്ന ഒരു വിഭാഗം ഈ അടുത്ത കാലങ്ങളിലായി ഈ മദ്യത്തോട് മയക്കുമരുന്നിനോടൊക്കെ വല്ലാത്ത ഒരു താല്പര്യം നമ്മുടെയൊക്കെ ഈ ഒരു ജനറേഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അധിനിവേശം, അതിനോടുള്ള ഒരു മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു അടുപ്പം, അതിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല പ്രിയ സഹോദരങ്ങളെ. മദ്യപിച്ചാൽ ഭൗതിക ലോകത്ത് നിന്ന് തന്നെ ശിക്ഷ കൽപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അങ്ങനെ ആ പരിശുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളെ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൃത്യമായ ഒരു മനുഷ്യന് രൂപകൽപ്പന ചെയ്യുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. കൊള്ളയില്ലാത്ത, അതുപോലെ തന്നെ മറ്റ് വൃത്തികേടുകളില്ലാത്ത, ഒരുപാട് സാമൂഹിക നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിശുദ്ധമായ ഒരു നിയമസംഹിതകളാണ് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ ഇവിടെ നിന്ന് ഇത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ ലഹരിക്കെതിരെ ശക്തമായി നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അസമയങ്ങളിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ മക്കളുടെയൊക്കെ യാത്ര, പഠന റൂമുകളിൽ പുറം ലോകവുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ബന്ധിച്ചുകൊണ്ട് അതിൽ തനിച്ച് മടുക്കുന്ന മനസ്സുമായി കഴിഞ്ഞുകൂടുന്ന ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ സൃഷ്ടാവിനോട് പറയാം, അള്ളാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ. പാപമില്ലാത്ത, മദ്യമില്ലാത്ത ഒരു ലോകത്തിലൂടെ സഞ്ചാരം ഈ വിശുദ്ധ റമദാനിൽ അത് നമുക്ക് പ്രതിജ്ഞ പുതുക്കാം. അതല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഭയാനകമായ ഒരവസ്ഥയാണ്. ഒന്ന് നമ്മുടെ ഭാവി തന്നെ തകരുകയാണ്. മദ്യപിക്കുന്ന ആദ്യ സമയത്ത് ഒരുപക്ഷെ അവൻ്റെ കൂട്ടുകാർക്കിടയിൽ അതൊരു വലിയ ക്രെഡിറ്റായി, വലിയ ഒരു അംഗീകാരമായി, അല്പമൊക്കെ മദ്യപിക്കുന്നത് വലിയ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടുമെന്നൊരു തോന്നലുണ്ടാക്കുമെങ്കിലും പിന്നീട് അത് നിമിത്തമായി വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, അത് ഒരു പക്ഷേ നമ്മൾ എത്ര പ്രയത്നിച്ചാലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുമെന്നത് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ റമദാനാണ്. ഈ റമദാൻ്റെ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തുന്നതോട് കൂടെ ചുറ്റുവട്ടങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെ എത്തിപ്പോകുന്ന ആളുകളെ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ പാടെ പിന്തിരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെയൊക്കെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.